നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ആ ഗോപിയല്ല ഈ ഗോപിയെന്ന് പിന്നെയും പറയേണ്ടി വരും. ഏത് ഗോപിയെന്നല്ലേ? സുരേഷ് ഗോപി തന്നെയാണ് റിയൽ, അല്ലാതെ കലാമണ്ഡലം ഗോപിയല്ല. സുരേഷ് ഗോപി കാണാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ വരേണ്ടെന്ന് പറയുകയും സുരേഷ് ഗോപി വിചാരിച്ചാൽ പത്മശ്രീ കിട്ടുമെന്നൊക്കെ ഒരു ഡോക്ടർ ഗോപി ആശാനോട് പറഞ്ഞെന്നും തനിക്ക് പത്മശ്രീ വേണ്ട, സുരേഷ് ഗോപിയും ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് കലാമണ്ഡലം ഗോപിയും അദ്ദേഹത്തിന്റെ മകൻ രഘു ഗുരുകൃപയും കുറെ പേരുടെയെങ്കിലും മനസ്സിൽ ഹീറോകളായി വിലസിയിട്ടുണ്ടല്ലേ. എന്നാൽ ഇനി അങ്ങനെ തലയുയർത്തിപ്പിടിച്ച് നിൽക്കേണ്ടതില്ല. പത്മശ്രീ അവാർഡിന് സഹായം അഭ്യർത്ഥിച്ച് കലാമണ്ഡലം ഗോപി തന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വെളിപ്പെടുത്തിയിരിക്കുന്നത്. കലാമണ്ഡലം ഗോപിയെയും കുടുംബത്തെയും മാനിച്ചാണ് ഒന്നും പുറത്തു പറയാതിരുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കലാമണ്ഡലം ഗോപിയെ വീട്ടിലെത്തി കാണില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. കലാമണ്ഡലം ഗോപിക്ക് ചില രാഷ്ട്രീയ ബാധ്യതകളുണ്ട്. ആ രാഷ്ട്രീയ ബാധ്യതകളെ ഓർത്താണ് വീട്ടിലേക്ക് പോകാത്തതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. അതേസമയം സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് കഴിഞ്ഞ ദിവസം കലാമണ്ഡലം ഗോപി പ്രതികരിച്ചിരുന്നു. സുരേഷ് ഗോപിക്ക് വോട്ട് അഭ്യർത്ഥിച്ച് വീഡിയോ കൊടുക്കില്ലെന്നും കൊടുത്തിട്ട് കാര്യമില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ വോട്ട് ചെയ്യുന്നത് രാധാകൃഷ്ണനാണ്, അതിൽ സംശയമില്ല. കുറെ കാലമായി ഞങ്ങൾ തമ്മിൽ അങ്ങേയറ്റത്തെ സ്നേഹബന്ധമുള്ളവരാണ്. അദ്ദേഹത്തിന് മാത്രമേ വോട്ട് കൊടുക്കൂ. സുരേഷ് ഗോപിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്നും എന്നാൽ രാഷ്ട്രീയപരമായി ഒരു വാക്കും പറയില്ലെന്നും കലാമണ്ഡലം ഗോപി പറഞ്ഞിരുന്നു. പത്മഭൂഷൺ വേണമെങ്കിൽ സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ഡോക്ടർ വിളിച്ചിരുന്നുവെന്നും അത് കേട്ട് മകന് മനോവിഷമം ഉണ്ടായെന്നും കലാമണ്ഡലം ഗോപി പറഞ്ഞു. തന്റെ വോട്ട് തൃശൂരല്ല, ആലത്തൂരാണ്. തൃശൂരിൽ വോട്ട് ചെയ്താൽ തന്നെ അറസ്റ്റ് ചെയ്യില്ലേ? ഞാൻ രാഷ്ട്രീയക്കാരനല്ല, എനിക്ക് രാഷ്ട്രീയം അറിയുകയുമില്ല. സുരേഷ് ഗോപിയുടെ കൂടെ നടക്കുന്നവരായിരിക്കും കുത്തിത്തിരിപ്പുണ്ടാക്കിയത്. സുരേഷ് ഗോപി ഇവിടെ വരണ്ട എന്ന് എന്റെ നാവുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനും സുരേഷ് ഗോപിയും തമ്മിൽ വർഷങ്ങളുടെ ബന്ധമുണ്ട് എന്നൊക്കെയാണ് കലാമണ്ഡലം ഗോപി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതുകൂടാതെ എന്നെ ഡോക്ടർ ഫോൺ വിളിച്ചിട്ട് ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ, സുരേഷ് ഗോപി വന്നാൽ അനുഗ്രഹിക്കണം, ഇത് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എന്റെ മകൻ രഘുവിന് കടുത്ത വിഷമമായി. അതിനുശേഷമാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. പത്മ അവാർഡ് വാങ്ങിത്തരാൻ ശ്രമിക്കുമോ എന്ന് ഞാൻ സുരേഷ് ഗോപിയോട് മുൻപ് ചോദിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നായിരുന്നു മറുപടി. പിന്നെ അതേക്കുറിച്ച് ഞങ്ങൾ ഒന്നും സംസാരിച്ചില്ല എന്നും കലാമണ്ഡലം ഗോപി പറഞ്ഞു.